ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ നമ്മളെ വീഡിയോയിൽ പറഞ്ഞ ലെവലിൽ ഇപ്പോൾ നമ്മൾ ഡൈവേർട്ടർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡൈവേർട്ടറിന്റെ മോൾ ഭാഗത്ത് നിന്ന് ഷവറിന്റെ ഏരിയയിൽ ഒരു ടെഫ്ലോൺ ടാപ്പ് വെച്ചിട്ട് നമ്മൾ കല്ല് വെച്ചിട്ട് ഒരു മെറ്റലിന്റെ പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ തന്നെ നമ്മൾ സ്പൗട്ട് വെക്കണം. അതിൻ്റെ അതേ സെൻറ്ററിൽ തന്നെ ഈ സംഭവം ഈ രണ്ട് ഷവറിന്റെ ഹെഡും അതേപോലെ ഈ ലിവറിൻ്റെ ഇതും വരണം. മിക്സ് ചെയ്യുന്ന ലെവലും കറക്റ്റായിട്ട് നിൽക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ലെവലിൽ ആടാത്ത ലെവലിൽ വെക്കുക. അപ്പോൾ കറക്റ്റ് ലെവലിൽ കിട്ടുന്ന അതേ ലെവലിലാണ് ഇത് ഉറപ്പിച്ചിട്ട് സെറ്റ് ആക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഒരു രണ്ട് സൈഡ് ഇപ്പോൾ തേച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെക്കുക. തേച്ച് കഴിഞ്ഞാൽ തേപ്പിൻ്റെ ഒപ്പം വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് വെച്ചിട്ട് ഇതിന് കറക്റ്റ് ഈ ബ്ലേഡിൽ നിന്ന് കറക്റ്റായിട്ട് 2.25 ഇഞ്ച്, അതായത് 5.5 സെൻറ്റി. അതൊന്ന് ടാപ്പ് വെച്ച് തരാം. ടാപ്പ് ഇടാം. ഇപ്പോൾ ടാപ്പ് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ അളവ് കാണിച്ചു തരാം. കറക്റ്റ് 2.25 ഇഞ്ചാണ് വരുന്നത്. അതായത് 5.5 സെൻറ്റിയാണ് നമുക്ക് കിട്ടേണ്ട ഒരു അളവ് കേട്ടോ. അപ്പോൾ അത് മെയിനായിട്ട് നിങ്ങൾ ഡൈവേർട്ടർ ഫിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഷവർ കോക്കിൽ ഷവറിൻ്റെ നോബ്, ഷവർ കോക്കെന്ന് വരും കേട്ടോ. ഷവറിൻ്റെ നോബിൽ നമുക്ക് ഈ ടൈൽസിൽ ടച്ച് ആവുന്ന പ്രശ്നം അല്ലെങ്കിൽ പ്ലേറ്റ് പൊങ്ങിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇതിൽ സോൾവ് ആവുന്നതാണ്. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈവേർട്ടർ ഫിറ്റിംഗ് ഒന്നുകൂടി ഈസി ആക്കാൻ പറ്റുന്നതാണ്.